മാഷാ അല്ലാ മാഷാ അല്ലാ. നനന്ദ ഓഡിറ്റോറിയത്തിൽ 28-ാം തീയതി നമ്മളുടെ കല്ലായിക്കാരൻ പ്രസംഗിച്ച പ്രസംഗം വല്ലാത്തൊരു കോളനേട്ടോ. സ്വന്തം സംഘടനയിലുള്ള ആളെ പറയാൻ ഒരു ഉളുപ്പില്ലാതെ പറയാൻ ഇവരെ കൊണ്ടല്ലാതെ ആർക്കാ കയ്യ. സമസ്ത പിരിച്ചുവിട്ട് സമസ്ത അല്ലെങ്കിൽ പിന്നെ വേറെ സംഘടന രൂപീകരിച്ചിട്ടൊന്നുമില്ല. സമസ്ത രണ്ടായിട്ടൊന്നുമില്ലല്ലോ. ഈ ചേളാരി സമസ്ത രണ്ടായിട്ടില്ലല്ലോ. എന്നിട്ട് സമസ്തയിലുള്ള ആളുകളെ, പണ്ഡിതന്മാർ, ഉത്തരവാദിത്തപ്പെട്ട ആൾ ഒക്കെ പറയുന്നത് കേട്ടാണ്ടല്ലോ സുബ്ഹാനല്ലാഹ് നാണിച്ച് ലജ്ജിച്ചു പോകും. കാരണം അവിടെ തീരുമാനിച്ച തീരുമാനം തന്നെ എന്താ അറിയോ, ജിഫിരി തങ്ങളെ പേര് പറയാൻ പാടില്ല എന്നാണ്. സയ്യിദുൽ ഉലമാന്ന് പോയിട്ട് ജിഫിരി തങ്ങളെ പേര് പറയാൻ പാടില്ല. അപ്പോൾ സമസ്തൻ്റെ പ്രസിഡന്റിനെ പറയണ്ടേ? ഇത് നിയന്ത്രിക്കുന്നത് ആരാ? ഇപ്പം ഈ സമസ്ത, ചേളാരി സമസ്ത നിയന്ത്രിക്കുന്നത് ആരാ? ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളില്ലേ? ഈ കാട്ടിക്കൂട്ടുന്നതിനൊക്കെ പാടെ എല്ലാവരോടും കൂടെ അടങ്ങി നിൽക്കാൻ പറയാൻ പറ്റിയ ഒരാളില്ലേ? കാന്തപുരം വിഭാഗത്തിൻ്റെ പോലെയല്ലേ സമസ്ത? കാന്തപുരം വിഭാഗത്തിൽ ഏത് ഖുറൈശിയും കളിച്ചാലും ആ കളിച്ചവനോട് അടങ്ങി നിൽക്കാൻ പറയാൻ ഒരു നേതൃത്വമുണ്ട്. അടങ്ങി നിൽക്കാത്തവനെ അത് എറിയും ചെയ്യും, എടുത്തെറിയും. അതാണ് നൗഷാദ് ഹസനി എന്ന് പറഞ്ഞ ആ നൗഷാദ്, കാട്ടുവളപ്പിൽ നൗഷാദ് എന്ന് പറഞ്ഞ സാധനം. മൂപ്പരോട് അടങ്ങി നിൽക്കാൻ പറഞ്ഞപ്പോൾ അടങ്ങി നിന്നില്ല. അടങ്ങി നിൽക്കാത്തതിൻ്റെ പേരിൽ മൂപ്പരെ സംഘടനയിൽ നിന്ന് രാത്രി 12 മണിക്ക് എടുത്തെറിഞ്ഞ പത്രത്തിലാണ് വന്നത്. അറിയോ? അതാണ് നേതൃത്വം. അതുപോലെ ഒരു നേതൃത്വത്തിനില്ലേ. കാരണം ഇവരിതാ നനന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് സമസ്തൻ്റെ വേറൊരു സമ്മേളനം നടന്നുകൊണ്ട് നടക്കും. അപ്പുറത്ത് സമസ്ത ആദർശ സമ്മേളനം ഇഷ്ടം പോലെ നടക്കും. എന്താണ് ഇപ്പോൾ ഇത് കഥ നവ? ഏതായാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അബ്ദുറഹ്മാൻ കല്ലായി മൂപ്പര് ആരും വില വെക്കൂല, പറയുന്നതൊന്ന് കേട്ടു നോക്കണം. ഇത് അട്ടപ്പാടിയിൽ നിന്ന് വന്നതാണോ സാധനം? പട്ടിക്കാട് ജാമിയ നൂറിയ അറബിക് കോളേജിൽ പഠിച്ച് ഫൈസിയായി വർഷം. സ്വന്തം സ്ഥാപനത്തിനെ വരെ പരിഹസിക്കാൻ ദുനിയാവിൽ ഇയാളെ കൊണ്ടല്ലാതെ ആരെ കൊണ്ട കഴിയാം? അട്ടപ്പാടിയിൽ നിന്ന് വന്നതാണോ സാധനം എന്ന് ചോദിക്കുന്നത് ഏതറിയോ? പട്ടിക്കാട്ടിൽ നിന്ന് വന്നതല്ലേ? അട്ടപ്പാടിയിൽ നിന്നാണോ? പട്ടിക്കാട്ടിൽ നിന്നല്ലേ? ഈ പട്ടിക്കാടിനെയാണ് പരിഹസിക്കുന്നത് അട്ടപ്പാടി എന്ന് പറഞ്ഞിട്ട്. പട്ടിക്കാടിനെയാണ് പരിഹസിക്കുന്നത് അട്ടപ്പാടി എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനത്തെ ഒരു സാധനം ദുനിയാവിന് ഇവരെന്നെ ഉള്ളൂ. ഏതായാലും പറയും ഷെയ്ഖുനയുടെ കൂടെ നന്ദിയിൽ എന്തോ ജോലിയാവട്ടെ, മുദ്രസിന്റെ ജോലിയൊന്നുമല്ല, എന്നാലും അവിടുത്തെ പ്യൂണിന്റെ പടിയെടുത്താലും മനസ്തെർബ്യത്തുണ്ടാവണം. സുബ്ഹാനല്ലാഹ്. നന്ദി ദാറുസ്സലാമില് ശംസുലുലമയോടൊപ്പം അവിടെ മുദരിസായിട്ട് സേവനം ചെയ്ത ആ വയോധ്യനായ വലിയ പണ്ഡിതനെയാണ് അവിടുത്തെ പിയൂണിൻ്റെ പണി. മുദരിസായിട്ടൊന്നല്ല ജോലി ചെയ്തത്, അവിടുത്തെ പിയൂണിൻ്റെ ജോലിയാണ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ വർത്താനം ഇപ്പം കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനമുണ്ട്. ഞാൻ ഈ കല്ലായിനൊക്കെ കല്ലായി എന്നൊക്കെ പറഞ്ഞ് വെറും ഒരുപാട് വീഡിയോ ഇറക്കിയ ആളാണ്. എൻ്റെ വീഡിയോൻ്റെ താഴെ നോക്കിയാൽ കാണാൻ സാധിക്കും. പക്ഷേ ആ വീഡിയോ ഒക്കെ ഇനി പിൻവലിക്കണം. കാരണം എന്തുകൊണ്ട് അറിയോ? ഈ കല്ലായിൻ്റെ ഇപ്പോഴത്തെ സംസാരം കേട്ട് നോക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. ഏത് നിലക്ക് സന്തോഷം? ഇങ്ങനെ പറയുന്നതിലല്ല സന്തോഷം. സ്വന്തം അണികളെ വരെ ഇക്കോലത്തിൽ പറയും. പിന്നെ വേറുള്ളവരെ പറയുന്നതിന് ഇത്ര വലിയ വിഷമമൊന്നുമില്ലല്ലോ. വേറുള്ളവരെ പറയുന്നതിന് ഇത്ര വിഷമിച്ചിട്ട് കാര്യമില്ല. സ്വന്തം അണികൾ, സ്വന്തം നേതൃത്വത്തിന്, അണികളല്ല, സ്വന്തം നേതൃത്വത്തിന് അവിടെ മുദരിസിൻ്റെ പണിയൊന്നുമല്ല സേവനം ചെയ്തിരുന്നത്, അവിടെ പിയൂണിൻ്റെ പണിയായിരുന്നു. എന്താ സുഹൃത്തെ ഉണ്ടാവണം. അത്ര വലുതാണ് ശൈഖുനാ ശംസുലുലമായി തങ്ങൾ. അതൊരു ഐഡിയയാണ്. ഈ ശംസുലുലമൻ്റെ പേരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കാണ്ട് ശംസുലുലമായി ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖുദ്ദിസ സിർറുഹു എന്നൊക്കെ പറഞ്ഞു കാണ്ട് അത് മറ്റുള്ളവരൊരു കോമാളിയാക്കുക. അതൊക്കെ പൊന്നാരക്കല്ലായി എല്ലാവർക്കും മനസ്സിലാക്കും. അതൊക്കെ എല്ലാവർക്കും തിരിയും. മനസ്സിലായോ? കാരണം അതങ്ങനെയാണ്. ഈ എപ്പിക്കാരായ മൂല്യന്മാർ, ചില ആൾക്കാർ സമസ്തൻ്റെ ഈ വിഭാഗത്തിൻ്റെ പള്ളിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും, പിന്നെ ഒരു പ്രസംഗത്തിലൊക്കെ ഒരു
ഇടയ്ക്കിടയ്ക്ക് കണ്ണിയത്തോര്, അതുപോലെ തന്നെ ഷംസുലുലമ EK ഉസ്താദ് അവറുകൾ നൂറുല്ലാഹു മർക്കദഹു എന്നൊക്കെ പറഞ്ഞാൽ എന്തുണ്ട്, അപ്പം എന്നാൽ പിന്നെ ഇയാൾ അതിൻ്റെ ആളെന്നെ വിചാരിച്ചു. അങ്ങനെയാണ് ആ ഒരു നിലപാട് ചെയ്യല്ല. കല്ലായി ഇടയ്ക്കിടയ്ക്ക് കല്ലായി എന്ത് ചെയ്യുക, ഷംസുലുലമായി ഖദസുല്ലാഹു. അപ്പം ഈ കുഞ്ഞാടുകളെ കളിയാക്കുക. ഏതായാലും ഈ സമ്മേളനം വിജയിച്ചിട്ടില്ല കേട്ടോ. ഈ 28-ാം തീയതി നടത്തിയ ഈ ലീഗും സമസ്ത അനുകൂലികൾ കുറച്ച് ആളുകൾ മൂല്യന്മാർ കൂടിയാണ്ട് നമ്മൾ അബ്ദുൽ സമദ് പൂക്കോട്ടൂരിൻ്റെ നേതൃത്വത്തിൽ നമ്മളെ കൂടത്തായി വൈസിൻ്റെയും അതുപോലെ തന്നെ ഓണംപള്ളിയൊക്കെ എങ്ങനെ എത്തിപ്പെട്ടു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓണപ്പള്ളിയൊക്കെ ശരിക്കും സുന്നത്തിയമാറ്റിൻ്റെ ആളല്ലേ. ഞാൻ പറയുന്നു, ആരെ പരിഹസിക്കാനാണിത്? ആരെ താറടിക്കാനാണിത്? ഇതൊക്കെയല്ല ഈ താറടിക്കൽ ആരെയെന്ന് പറയാൻ പറ്റൂല. കാരണം ഈ വയസ്സൊക്കെയും ആയില്ലേ. അന്നോ നിങ്ങൾ കുത്തിത്തിരിപ്പാണ്. ഈ വയസ്സായിട്ട് ഇപ്പോൾ കണ്ണൂക്കിൻ്റെ മണം മണക്കുമ്പോഴും നിങ്ങൾ കുത്തിത്തിരിപ്പിൽ തന്നെ ഉള്ളത്. അപ്പം നിങ്ങളിങ്ങനെ അടുത്തു കൂടി വന്നാൽ മണ്ണ് മണക്കും, 6 അടി മണ്ണ്. അക്വായത്തിൽ വയസ്സായിക്കണം, തല കുമ്പളങ്ങൻ്റെ മാതിരി തല നരച്ചിക്കണം. എന്നിട്ടും നിങ്ങൾ ഈ പണ്ഡിതന്മാരക്വായത്തിൽ പറയുകയാണല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ നമ്മൾ ചിന്തോ കണ്ണൂക്കിൻ്റെ മണം മണക്കണം നിങ്ങളാണല്ലോ എപ്പോഴും ഇതുപോലത്തിൽ പറയണത്. ഇൻഷാ അല്ലാഹ് കാണാം. വേറൊരു മുസ്ലിയാർ പറയുന്നു, പാണക്കാട്ട് തങ്ങൾ ഖാദിയാവാൻ യോഗ്യരല്ല. പണ്ടേക്കല്ല ഈ കളവിൻ്റെ ഉസ്താദാണ്. കളവ് പറയുന്ന വിഷയത്തിൽ ഏറ്റവും വലിയ അഖിലകണ്യനാണ് നമ്മളെ കല്ലായി. ഇപ്പോഴും കല്ലായി അതന്നെയാണ്. വേറെ ഒരു മുസ്ലിയാർ പറയുന്നു, പാണക്കാട്ടത്തങ്ങൾ ഖാദിയാകാൻ യോഗ്യനല്ല. ധൈര്യമുണ്ടോ കല്ലായി അങ്ങനെ ഒരു പ്രസംഗം കേൾപ്പിച്ചു തരാൻ? പാണക്കാട്ടത്തങ്ങൾ ഖാദിയാകാൻ യോഗ്യനല്ല എന്ന് ഏതെങ്കിലും ഒരു മുസ്ലിയാർ പറഞ്ഞതായിട്ട് തെളിയിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു മുസ്ലിയാർ, ഉമർ മുസ്ലിയാരുടെ അവിടെ നിൽക്കട്ടെ, ഉമർ വലിയരുടെ അവിടെ നിൽക്കട്ടെ, വേറെ ഏതെങ്കിലും മൂലിയർ പറഞ്ഞതായിട്ട് തെളിയിക്കാൻ കഴിയും? ഉമർ വലിയർ പറഞ്ഞിട്ടില്ല എന്നുള്ള എല്ലാവർക്കും അറിയാമോ. ഉമർ വലിയർ പറഞ്ഞ പ്രസംഗം എല്ലാവരും കേട്ടതല്ലേ. താൻ മുഷാവറ മെമ്പർ ആവാനും യോഗ്യനല്ല എന്ന് ഈ സമൂഹം പ്രഖ്യാപിക്കാൻ പോവുകയാണ്, ഈ സമൂഹം തീരുമാനിക്കാൻ പോവുകയാണ്. അബ്ദുറഹ്മാൻ കല്ലായി, നിങ്ങളൊക്കെ ഒരു രഹസ്യ യോഗം കൂടുമ്പോൾ ഒന്ന് തീരുമാനിക്കണം. താൻ എന്നുള്ള ലഫ്ലുകളൊക്കെ നിങ്ങൾ ആരെ വിളിക്കുന്നത് അറിയോ? നിങ്ങൾ പറയുന്നത് ആരെന്നല്ല എല്ലാവർക്കും അറിയാം. ഞങ്ങളൊക്കെ ചോറന്നെ വയ്ക്കണത്, വീട്ടൊന്നുമല്ലല്ലോ തിന്നണത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഉമർ മുസ്ലിയാരെ സംബന്ധിച്ചാണ് പറഞ്ഞത്, മുക്കം ഉമർ മുസ്ലിയാരെ സംബന്ധിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. എത്രയോ പ്രായം ചെന്ന ഒരു പണ്ഡിതനാണ് മുക്കം ഉമർ മുസ്ലിയാർ. അദ്ദേഹത്തിനെ സംബന്ധിച്ച് എൻ്റെ അറിവ് പ്രകാരം അദ്ദേഹം ശമ്പളം വാങ്ങിയിട്ട് ജോലി ചെയ്യാത്തൊരു മനുഷ്യനാണ്. ശമ്പളം കൈപ്പറ്റിയിട്ട് ജോലി ചെയ്യാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം. അത്രയും നിഷ്കളങ്കനായ ഒരാളാണ് അദ്ദേഹം എന്നാണ് എൻ്റെ കേട്ടറിവ്. അങ്ങനത്തെ ആ ഒരു പണ്ഡിതനെയാണ് നിങ്ങൾ താൻ മുഷാവറ മെമ്പറാകാനും യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹം തീരുമാനിക്കുന്നു. ഈ സമൂഹം തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ 4 ലീഗിൻ്റെ കുട്ടികൾ മുന്നേ കുത്തിരുന്നുകാണ്ട് തീരുമാനിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. അതിലൊരു മൂലയിൽ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, പിന്നെ അറബി മുൻഷിയുള്ള ഒരാളുണ്ട് എന്ന് വെച്ചിട്ട് എന്താ നിങ്ങൾ വിചാരിക്കണത്? എന്താ അപ്പം നിങ്ങൾ വിചാരിച്ചത്? സമസ്ത എന്നൊക്കെ പറഞ്ഞാൽ എന്താ നിങ്ങൾ കരുതിയത്? നിങ്ങളെ ലീഗിൻ്റെ ചോട്ടിലായിരിക്കണം ഇവരുടെ വാലൊക്കെയെന്നോ? നിങ്ങൾക്കുള്ള കേടെന്താണെന്നുള്ളത് എല്ലാവർക്കും ശരിക്കറിയാലോ. നിങ്ങൾക്കുള്ള കേടെന്താണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് നമുക്ക് പറയാം. ഏതായാലും നിങ്ങൾ പറഞ്ഞത് ഒരിക്കലും ശരിയല്ല. നിങ്ങളത് ശരിക്ക് മാപ്പ് പറഞ്ഞിട്ട് നിങ്ങളെ സമസ്തയുടെ എന്തെങ്കിലും ഒരു പരിപാടിയുടെ സ്റ്റേജിൽ നിങ്ങളെ കൊണ്ടുവരാൻ പാടുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകർ, ഈ അബ്ദുറഹ്മാൻ കല്ലായിയെ ഏത് പരിപാടിയിൽ കൊണ്ടുവരികയാണെങ്കിലും പരിപാടിയിലേക്ക് കയറി വന്നാൽ ഗോബയ്ക്ക് വിളിച്ചിട്ട് പുറത്താക്കി ആട്ടിക്കളയണം. കാരണം ഇദ്ദേഹം നമ്മുടെ ഉമർ ഫൈസിയെയാണ്. താൻ മുഷാവറ മെമ്പറാകാനും യോഗ്യനല്ല എന്നുണ്ട്. താൻ എന്ന് പറഞ്ഞ് വിളിച്ചത് ഉമർ ഫൈസിയാണ്. ഉമർ ഫൈസി ആരാന്നറിയോ? പ്രായം ചെന്നൊരു പണ്ഡിതൻ മാത്രമല്ല, അദ്ദേഹം സമസ്തയുടെ സെക്രട്ടറിമാരിൽ ഒരാളാണ്. അങ്ങനത്തെ ആ ഉസ്താദിനെ പറഞ്ഞതുകൊണ്ട് ഈ കല്ലായിനി ഏതെങ്കിലും ഒരു വേദിയിലേക്ക്, സമസ്തയുടെ ഏതെങ്കിലും ഒരു വേദിയിലേക്ക് വരികയാണെങ്കിൽ ആട്ടി ഓടിക്കണം. കാരണം ഈ ഉമർ ഫൈസി എന്താ പറഞ്ഞത്? ഉമർ ഫൈസി പറഞ്ഞത് ഇസ്ലാമാ പറഞ്ഞത്. സമസ്ത എന്താ ചങ്ങായിയെ കല്ലായിയെ?
സമസ്ത ഇസ്ലാം ഇവിടെ വളർത്താൻ വേണ്ടി ഉണ്ടാക്കിയ സുന്നത്യമായിട്ട് വളർത്താൻ ഉണ്ടാക്കിയതാ. ലീഗ് ഉണ്ടാക്കിയാനല്ല സമസ്ത ഉണ്ടാക്കിയത്. ലീഗ് ഉണ്ടാകാനല്ല, സുന്നത്യമായത്തോട് വളരാനാണ്. ഈ ഉമർ ഫൈസി പറഞ്ഞ എന്താണ്? ദീന പറഞ്ഞത്, ദീനാണ് പ്രസംഗിച്ചത്. ഉമർ ഫൈസി പ്രസംഗിച്ചത് ദീനാണ്. ആ ദീനാണ് ഉമർ ഫൈസി പറഞ്ഞത്. ആ ദീനിനെതിരെയാണ് നിങ്ങൾ ലീഗിൻ്റെ കുറച്ച് ആളുകൾ ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നത്? കൂടിയിട്ട് ഉമർ ഫൈസിക്ക് നേരെ ചാടുന്നത്. ഒരിക്കലും അത് വിജയിക്കാൻ പോകുന്നില്ല കുട്ടികളെ, ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. കാരണം എന്തുകൊണ്ട്? ഇവിടെ ദീനിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാനം കൊടുക്കുന്നത്, നമ്മളെ ലീഗിനല്ല. ഉമർ ഫൈസി പറഞ്ഞത് ദീനാണ്, ലീഗല്ല പറഞ്ഞത്, ദീന പറഞ്ഞു. മൂപ്പര് ഇസ്ലാമിൻ്റെ കാര്യം പറഞ്ഞു. അതിൽ ആരൊക്കെ പെട്ടു? ആ പെട്ടോലൊക്കെ പെട്ടു. അത് പിന്നെ ഇൽമില്ലാത്ത ആളുകൾ ആരൊക്കെ കാതിലേക്കെന്ന് വെച്ചാൽ ഒരു പെട്ടു. നിങ്ങളാണ് തീരുമാനിച്ചാലേ പാണക്കാട് സ്വാദിഖ് അലി തങ്ങളെ പറഞ്ഞു എന്നുള്ളത്. സ്വാദിഖ് അലി തങ്ങളൊരു പേരവിടെ മുമ്പിൽ പറഞ്ഞു. വളരെ വ്യക്തമാണ്. ഞാൻ പറയും, വിട്ടുവീഴ്ചയുടെ പ്രശ്നമില്ല. ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയുടെ പ്രശ്നമില്ല. ഈ ലീഗുകാർ ലാസ്റ്റ് കുടുങ്ങിയായിട്ട് അതിനെ കൊണ്ടു പ്രസംഗിക്കാൻ. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യും? എന്നിട്ട് ഇയാൾ ഇങ്ങോട്ട് പ്രസംഗിക്കും. എന്നിട്ട് ഇയാൾ ഇങ്ങോട്ട് ചാടി കളിച്ചു കണ്ട് ലാസ്റ്റ് ഇയാൾ കേസ് കുടുങ്ങിയാണ്ടാണ് പോകുന്നത്. പണ്ട് പിന്നെ മുഖ്യമന്ത്രിൻ്റെ മോളെ കല്യാണം, റിയാസിൻ്റെ കല്യാണം പറഞ്ഞുകൊണ്ട് പിന്നെ അതിന് മാപ്പ് പറഞ്ഞുകൊണ്ട് പോയി. അന്നമാതിരി അതിൻ്റെ മുന്നേ പിന്നെ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിൻ്റെ 2-3-4-5 കോടി കട്ട് അത് തിന്നുകാണ്ട് അത് കൊടുത്തിരുന്നിരുന്നു. അതിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് പോയി. പിന്നെ ഇനിയിപ്പോൾ ഇതിന് ഇൻഷാ അല്ലാഹ് മാപ്പ് നിർബന്ധമായിട്ട് പറയേണ്ടി വരും. കാരണം മുഷാവറ മെമ്പറാണ് വെല്ലുവിളിച്ചത്. മാത്രമല്ല മൂപ്പേര് തങ്ങളെ പേര് പറഞ്ഞിട്ടില്ല. തങ്ങളെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, തങ്ങളവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. മൂപ്പര് അറിവില്ലാത്തത് ആരാണോ ഓലെ പറഞ്ഞത്. അത് തങ്ങന്മാരാണെന്ന് തങ്ങൾ പെട്ടു, മൂല്യരാണ്. പിന്നെ അറിവില്ലാത്ത ആളുകൾ ആരാച്ചോ ഓലെ പെട്ടു. പാണക്കാട് തങ്ങളെ താറടിച്ച സമസ്തയോ? പാണക്കാട്ട് കുടുംബമില്ലെങ്കിൽ ഈ സമസ്ത ഉണ്ടാകുമോടോ? പഠിച്ചിട്ടുണ്ടോ സമസ്തയെ പറ്റി? സമസ്തയിൽ ഒരു വെല്ലുവിളി വന്നപ്പോൾ മഹാനായ പൂക്കോയ പാണക്കാട് കുടുംബത്തിനെ താറടിച്ച സമസ്തയോ? പാണക്കാട് കുടുംബത്തിനെ താറടിച്ചിട്ടില്ല കല്ലായി. നിങ്ങൾ എന്തുകൊണ്ടത് മനസ്സിലാക്കാത്തത്? നിങ്ങളെ ഇവരെല്ലാവരും ഒരു വളമാക്കുകയാണ്. നിങ്ങളെ ഇവരെല്ലാവരും ലീഗിൻ്റെ കുറച്ച് ആളുകൾ വളമാക്കുകയാണ്. അപ്പോൾ ചിലതിനത് വളമയാവും. അങ്ങനെ ആകരുത്. കാരണം അങ്ങനെയാണ് നിങ്ങൾ അവിടെ കണ്ണൂർ പ്രസംഗിച്ചപ്പോൾ മറ്റേ ഇയാൾ റിയാസിൻ്റെ പിന്നെ ഭാര്യനെ പരിഹസിച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ അതിൽ പ്രശ്നം വന്നല്ലോ, മാപ്പ് പറയേണ്ടി വന്നത്. അതുപോലെ തന്നെ നമ്മൾ ആ പള്ളിയുടെ കാശ് കട്ടപ്പോഴും മാപ്പ് പറയേണ്ടി വന്നത്. ഇങ്ങനെ വേറെയും ഒരുപാട് വിഷയത്തിലല്ലേ പിന്നെ താജുലുലമ പൂജ്യമുലമ അല്ലേ, പൂജ്യമുലമ ആയിരുന്നു. ആ കുരുത്തക്കടൊക്കെ തട്ടിക്കഴിഞ്ഞു. ഇനി ഷംസുലുലമ എന്ന പേര് പറഞ്ഞു കണ്ടപ്പോൾ പാണക്കാട്ട് തങ്ങളെ താറടിച്ച സമസ്തയോ? പാണക്കാട്ട് തങ്ങളെ ഒരിക്കലും സമസ്ത താറടിച്ചിട്ടില്ല. സമസ്തയിലുള്ള ഒരു മെമ്പർമാരും താറടിച്ചിട്ടില്ല. സമസ്ത ഇസ്ലാമിൻ്റെ നിയമം അത് പാണക്കാട്ട് തങ്ങൾ എന്നല്ല, ജഫരി തങ്ങൾ എന്നല്ല, ബുഖാരി തങ്ങൾ എന്നല്ല, ഏത് തങ്ങന്മാരുണ്ടെങ്കിലും അവിടെ ഇസ്ലാമിൻ്റെ ദീന് പറയേണ്ടി വരും. ദീൻ പറയുമ്പോൾ അത് ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ കൊള്ളുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് സ്വാദിഖ് അലി തങ്ങൾ വിവരമില്ലാത്ത ആളാണെന്നാണ് ഇപ്പം നിങ്ങളാ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണല്ലോ ഇപ്പം നിങ്ങളാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ ഇപ്പം മറ്റൊരു ആരും പറഞ്ഞിട്ടില്ല, സമസ്തൻ്റെ ഒരാളും പറഞ്ഞിട്ടില്ല സ്വാദിഖ് അലി തങ്ങൾ വിവരമില്ലാത്ത ഒരാളാണെന്നുള്ളത്. വിവരമില്ലാത്തൊരു കാതി ആകരുതേന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവരുടെയും കാതിയാണെങ്കിൽ എന്താ പ്രശ്നം? ഏതായാലും നിങ്ങളുടെ ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, നേതൃത്വത്തിന് അംഗീകരിക്കാത്ത സ്വഭാവം, നേതൃത്വം പറഞ്ഞത് അംഗീകരിക്കാത്ത ആ സ്വഭാവം, അതൊരിക്കലും ശരിയല്ല. നേതൃത്വത്തിന് അംഗീകരിക്കണം. നേതൃത്വം അതാണ് ശരി. നേതൃത്വം പറഞ്ഞത്